ഹായ് ഫ്രണ്ട്സ്, മാമൻടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മനു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ലോങ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതൊരു ലോങ് വീഡിയോ ഒന്നുമല്ല, ഈ സമയത്ത് ചെയ്യാവുന്ന ചെറിയൊരു കാര്യമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. നിങ്ങൾ ഒരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ ഉപയോഗപ്രദമാവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, പല പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാതെ അങ്ങനെ നീണ്ടുപോയൊരു അവസ്ഥയിലാണ്. ഇടയിലൊക്കെ ഞാൻ ഷോർട്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യാൻ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ ഒരു ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതെല്ലാം കൃഷി സംബന്ധമായിട്ട് കാര്യങ്ങളും, അതുപോലെ പോത്ത് വളർത്തൽ, ആട് വളർത്തൽ, അങ്ങനെ മൃഗങ്ങളെ വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു ചാനലാണ്. അപ്പോൾ ഇത്തരം കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടുത്ത പെരുന്നാൾ വരാൻ ഏതാനും 1-2 മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഈ പോത്തിനെ വളർത്തിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നു. മറ്റൊന്നുമല്ല, ഈ ഒരു കാലയളവിൽ നമുക്ക് ചെറിയ പോത്തുകുട്ടികളൊന്നും വാങ്ങിയിട്ട് വലിയതാക്കി പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കില്ല. അത് കഴിയില്ല. അപ്പോൾ അതിനൊരു നീണ്ട കാലയളവ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതൊരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപാടിയും കൂടിയാണ്. ഇപ്പോൾ വേനൽക്കാലല്ലേ, കടുത്ത ചൂട്, 40 ഡിഗ്രിക്ക് മേലെ, പല സ്ഥലങ്ങളിൽ 44 എത്തി, പാലക്കാട് ജില്ലയ്ക്ക് 44 എത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്ര ഫുഡ് കൊടുത്താലും കന്നുകുട്ടികളൊന്നും അത്രയ്ക്ക് നല്ല രീതിയിൽ വളരണമെന്നില്ല. നിങ്ങൾ 1 വയസ്സിന് മുകളിലുള്ള പോത്തിനെ വാങ്ങുക. അത് നല്ല ഇറച്ചി ഉള്ള പോത്തിനൊന്നും വാങ്ങരുത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, നല്ല ക്ഷീണിച്ചിട്ടുള്ള അത്തരത്തിലുള്ള പോത്തുകളെ കാണുമ്പോൾ അതിനെടുക്കുക. എന്നിട്ട് ഈ ഒരു 2 മാസത്തിൽ നോക്കി തിന്നാൻ കൊടുത്ത നല്ല രീതിയിൽ ഇറച്ചി കയറും എന്നുള്ളൊരു പോത്തിനെടുക്കുക. അതായത് കൊണ്ടുവരിക, വരമരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കുക, തടി കയറുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ തരത്തിലുള്ള പോത്തുകളെ കണ്ടുപിടിച്ചെടുക്കുക. അതായത് നല്ല തടി പാടില്ല, അധികം വില കൊടുക്കാതെ. കണ്ടാൽ ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിൽ പോലും അതിന് നമ്മൾ കൊടുന്നു കഴിഞ്ഞാൽ കൈ പണയാതെ കിട്ടുമെന്നുള്ള ഉറപ്പിന്മേൽ വേണം എടുക്കാൻ. അത്തരത്തിലുള്ള പോത്തുകളെ കൊണ്ടുവന്ന് ശരിയായി എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ വളർത്തി അതിന് നല്ല ഫുഡ് കയറി കഴിഞ്ഞാൽ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും ശരീരം മാറും, അത് ഉറപ്പാണ്. അപ്പോൾ അതിനോടൊപ്പം നല്ല ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പെരുന്നാളാകുമ്പോഴേക്കും അടിപൊളിയായിട്ട് കാശുണ്ടാക്കാം. ചെയ്യാൻ സാധിക്കുന്നവർ ഇതൊന്ന് ചെയ്തു നോക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ മനു, സൈനിങ് ഔട്ട്.